പ്രോഗ്രാം ടു ഫൈൻഡ് ദി സം ഓഫ് ടു ഇൻറ്റീജേഴ്സ്. അതായത് നമ്മൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ രണ്ട് നമ്പേഴ്സ് ഇൻറ്റിജർ നമ്പേഴ്സ് എൻ്റർ ചെയ്ത് കൊടുക്കണം. ആ രണ്ട് നമ്പറിൻ്റെയും സമ്മ് പ്രിൻറ്റ് ചെയ്യണം. അതിനുള്ള പ്രോഗ്രാമാണ്. ഞാൻ പ്രോഗ്രാം ഇവിടെ ആദ്യം തന്നെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടണ്ടെന്ന് വെച്ചിട്ടാണ്. നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യണതിൻ്റെ കൂടെ ടൈപ്പ് ചെയ്ത് അങ്ങനെ പറയണതായിരിക്കും മനസ്സിലാവാൻ എളുപ്പമെന്നറിയാം. അപ്പോൾ ഇവിടെ രണ്ട് ഇൻറ്റിജേഴ്സിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് പ്രോഗ്രാം നമ്മൾ ചെയ്യാൻ പോവുകയാണെങ്കിലും നിങ്ങൾക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തരികയാണ്, ഫൈൻഡ് ദി സം ഓഫ് ടു ഇൻറ്റിജേഴ്സ്, ടു നമ്പേഴ്സ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരികയാണെങ്കിൽ ആദ്യം നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താണ് പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അത് മനസ്സിലാക്കണം. ക്വസ്റ്റ്യൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന് എന്തൊക്കെയാണ് ഇൻപുട്ട് വേണ്ടത്, അതിന് എന്താണ് ഔട്ട്പുട്ട് വേണ്ടതെന്ന് മനസ്സിലാവും. അപ്പോൾ ഫൈൻഡ് ദി സം ഓഫ് ടു നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്ക് തീരുമാനിക്കണം അത് ഇൻറ്റീജേഴ്സിൻ്റെ സമ്മാണോ അതോ ഫ്ലോട്ടിംഗ് പോയിൻ്റ് എങ്ങനെയുള്ള നമ്പറും ആകാൻ പറ്റുമോ. അപ്പോൾ നിങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയപ്പോൾ നിങ്ങൾ ഡിസൈഡ് ചെയ്യുകയാണ് നിങ്ങൾ എഴുതുന്ന പ്രോഗ്രാം രണ്ട് ഇൻറ്റീജേഴ്സിൻ്റെ സമ്മാണ്. അങ്ങനെയാണെങ്കിൽ അതിന് ഇൻപുട്ട് എന്താ വേണ്ടത്, ഔട്ട്പുട്ട് എന്താ വേണ്ടതെന്ന് നോക്കണം. ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ഇത് ആദ്യം ആലോചിക്കണം. അപ്പോൾ ഇവിടെ സം ഓഫ് ടു നമ്പേഴ്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ടു നമ്പേഴ്സാണ് ഇൻപുട്ട് ഉറപ്പിക്കാം. അത് കഴിഞ്ഞ് അതിൻ്റെ ഔട്ട്പുട്ട് എന്താ വരേണ്ടത്, ഈ രണ്ട് നമ്പറിൻ്റെയും സമ്മാണ് ഔട്ട്പുട്ടായിട്ട് വരേണ്ടത്. ഇനി ആലോചിക്കേണ്ടത് അപ്പോൾ അതിനകത്ത് എന്തൊക്കെ വേരിയബിൾസ് വേണം. അതായത് ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ എന്തായാലും രണ്ട് വേരിയബിൾ വേണം, ഔട്ട്പുട്ടിന് വേറൊരു വേരിയബിൾ വേണോ വേണ്ടോ എന്നൊക്കെ നമുക്ക് പ്രോഗ്രാം എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നനുസരിച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നാലോചിക്കുക. ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് ആലോചിക്കുന്നതിന് കൂടെ തന്നെയാണ് നമുക്ക് അതിൻ്റെ വേരിയബിൾസിനെയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാനത് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് ലൈൻ നോക്കുക, ഒരു കമൻറ്റ് കൊടുത്തിരിക്കുകയാണ്. /സ്റ്റാറിനും //നും ഇടയ്ക്കുള്ള ഒരു കമൻറ്റ് ലൈനാണ്. നമ്മൾ ഡോക്യുമെൻറ്റേഷൻ സെക്ഷനാണ് ആദ്യം വരിക എന്ന് സ്ട്രക്ചർ ഓഫ് സി പ്രോഗ്രാം പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. ഡോക്യുമെൻറ്റേഷൻ സെക്ഷനിൽ നമുക്ക് എന്ത് എഴുതാം. ഇപ്പോൾ ഇവിടെ ഞാൻ പ്രോഗ്രാം ടു ഫൈൻഡ് ദി സം ഓഫ് ടു നമ്പേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ എന്ത് തന്നെ എഴുതിയാലും അത് എക്സിക്യൂട്ട് ചെയ്യില്ല. അത് നമ്മൾ പ്രോഗ്രാം എടുത്ത് നോക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. റൺ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു എഫക്റ്റും ആ കോഡിന് ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് വേരിയബിൾസ് നോക്കാം. വേരിയബിൾസ് എ ബി സം അങ്ങനെ 3 വേരിയബിൾസ് ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. 3 ഇൻറ്റിജേഴ്സാണ്. എ ബി എന്ന് പറഞ്ഞ 2 വേരിയബിളാണ് ഇൻപുട്ടിന് വേണ്ടി എടുക്കുന്നത്. അതിനെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ സമ്മ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വേരിയബിൾ സം ഒന്നും എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ എയുടെയും ബിയുടെയും വാല്യൂ റീഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നത്തെ പ്രോഗ്രാം ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടതാണ്, അതിൻ്റെ മുന്നേ റൺ ചെയ്ത പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ടൊക്കെ സ്ക്രീനിലുണ്ടായതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടത് എവിടെയാണ് ഇതിൻ്റെ ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ ഇൻപുട്ട് റീഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ CLR SCR കൊടുത്തു, സ്ക്രീൻ ക്ലിയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എൻ്റർ ടു നമ്പേഴ്സ് എന്നൊരു പ്രിൻ്റ് എഫ് കൊടുത്തു. അതായത് എനിക്ക് 2 നമ്പർ റീഡ് ചെയ്യണം, അപ്പോൾ നമ്പർ എൻ്റർ ചെയ്യണം എന്ന് ഇത് റൺ ചെയ്യുന്ന ആൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിൻ്റ് എഫ് ആണിത്, എൻ്റർ ടു നമ്പേഴ്സ്. അതിനുശേഷം സ്കാൻ എഫ് കൊടുത്തു, നമ്പർ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 2% ആണ് അതിനകത്ത് കൊടുത്ത 2 ഇൻറ്റിജേഴ്സാണ് റീഡ് ചെയ്യേണ്ടത്. അത് വെക്കേണ്ടത് ഫസ്റ്റ് എൻ്റർ ചെയ്യണ ഇൻറ്റിജർ വെക്കേണ്ടത് എ എന്ന് പറഞ്ഞ വേരിയബിളിലേക്കും സെക്കൻഡ് എൻ്റർ ചെയ്യണ ഇൻറ്റിജർ വെക്കേണ്ടത് ബി എന്ന് പറഞ്ഞ വേരിയബിളിലേക്കും. അതിനാണ് അവിടെ %A-യും %B-യും കൊടുത്തത്. ഇനി എയും ബിയും യൂസർ എൻ്റർ ചെയ്തു. റൺ ചെയ്യുന്ന സമയത്ത് എയും ബിയും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, എയും ബിയും കൂടെ ആഡ് ചെയ്യുക. അതാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ എയിം എന്ന് പറയുന്നത്. ഇപ്പോൾ എയും ബിയും കൂടെ ആഡ് ചെയ്തിട്ട് എവിടെ വയ്ക്കുക, സം എന്നൊരു വേരിയബിൾ നമ്മൾ അതിന് വേണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ സമ്മിനകത്തേക്ക് എയും ബിയും കൂടെ വെച്ചു. അത് കഴിഞ്ഞിട്ട് സം പ്രിൻറ്റ് ചെയ്യാണ്. സം കോളൻ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പ്രിൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഞാൻ sum.c എന്ന് പറഞ്ഞ് സേവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കമ്പൈൽ ചെയ്യാൻ പോവാണ്. കമ്പൈൽ ചെയ്യുന്ന സമയത്ത് എററൊന്നുമില്ല. റൺ എൻ്റർ ടു ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു കോളൻ, അങ്ങനെയാണ് ഞാൻ അവിടെ നിർത്തിയിരുന്നത്. അപ്പോൾ എൻ്റർ ടു ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നിൽക്കുകയാണ്. ഫസ്റ്റ് ഇൻറ്റിജർ 1 ഞാൻ ഈ ലൈനിൽ തന്നെ അങ്ങോട്ട് എൻ്റർ ചെയ്യാണ്. 1 tab 8. ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്തു, അത് ക്ലോസ് ആയിപ്പോയി. ഔട്ട്പുട്ട് വിൻഡോ ഓപ്പൺ ചെയ്ത് നോക്കി, സം:9. അപ്പോൾ ഇനി നമുക്ക് വേണ്ട രീതിയിൽ ഈ പ്രോഗ്രാമിനെ മോഡിഫൈ ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്താൽ അത് അവിടെ ഇരിക്കണം. അങ്ങനെയാണെങ്കിൽ എന്താ കൊടുക്കുക, ഇവിടെ ഒരു ഗെറ്റ് CH കൊടുത്താൽ മതി. അപ്പോൾ ഒരു ഇൻപുട്ടിന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സ്ക്രീൻ കാണാം. ഇപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് സമ്മ് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അത് ക്ലോസ് ആയി പോവില്ല. ഇനി
സപ്പോസ് നമുക്കിപ്പോൾ വേറെ ആരോ ആണ് ഈ പ്രോഗ്രാം എടുത്ത് റൺ ചെയ്യണത്. ആ പ്രോഗ്രാം എടുത്ത് റൺ ചെയ്യുന്ന സമയത്ത് എൻ്റർ 2 നമ്പേഴ്സ് എന്ന് കാണിക്കുകയല്ലാണ്ട് എനിക്ക് അവിടെ ഒരു ഹെഡിങ്ങും കൂടെ കാണിക്കണമെന്നായിരിക്കും, അത് എന്തിനുള്ള പ്രോഗ്രാമാണ്. ഇതൊക്കെ നമ്മുടെ ചോയ്സാണ്, ഇതൊക്കെ വേണോ എന്നുള്ളത്. അപ്പോൾ ഞാൻ സം ഓഫ് 2 ഇൻറ്റീജേഴ്സ് എന്ന് എനിക്കൊരു ഹെഡിങ് കാണിക്കണം. എന്നിട്ട് അതിൻ്റെ താഴെയാണ് എൻ്റർ 2 ഇൻറ്റീജേഴ്സ് എന്ന് കാണിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ഹെഡിങ് കൊടുക്കാം, സം ഓഫ് 2 ഇൻറ്റീജേഴ്സ്. ഇപ്പോൾ ഞാൻ ഇങ്ങനെ പ്രിൻ്റ് എഫ് കൊടുത്താൽ സം ഓഫ് 2 ഇൻറ്റീജേഴ്സ് ഉടനെ തന്നെ എൻ്റർ 2 ഇൻറ്റീജേഴ്സ് എന്ന് വരും. അപ്പോൾ സം ഓഫ് 2 ഇൻറ്റീജേഴ്സ് എന്ന് കഴിഞ്ഞിട്ട് എനിക്ക് അടുത്ത ലൈനിലാണ് എൻ്റർ 2 ഇൻറ്റീജേഴ്സ് എന്ന് വരേണ്ടത്. അതുകൊണ്ട് എനിക്ക് സം ഓഫ് 2 ഇൻറ്റീജേഴ്സ് കഴിഞ്ഞിട്ട് സ്ലാഷൻ കൊടുക്കാം, അല്ലെങ്കിൽ എൻ്റർ 2 ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രിൻ്റ് എഫിൻ്റെ സ്റ്റാർട്ടിങ്ങിലും സ്ലാഷൻ കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി എൻ്റർ 2 ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞിട്ട് അടുത്ത ലൈനിൽ കഴ്സർ വെയിറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെയും ഒരു സ്ലാഷൻ കൊടുക്കാം. ഇപ്പോൾ സം ഓഫ് 2 ഇൻറ്റീജേഴ്സ് എന്നൊരു ഹെഡിങ് വരും, തൊട്ട് താഴേക്ക് വരും കഴ്സർ, അവിടെ എൻ്റർ 2 ഇൻറ്റീജേഴ്സ് കോളൻ ഉണ്ടാവും അടുത്ത ലൈനിൽ, അതിൻ്റെ താഴെയായിരിക്കും കഴ്സർ വന്ന് നിൽക്കുക. നമുക്കിത് റൺ ചെയ്ത് നോക്കാം. സം ഓഫ് 2 ഇൻറ്റീജേഴ്സ് എന്നൊരു ഹെഡിങ് വന്നു, എൻ്റർ 2 ഇൻറ്റീജേഴ്സ് കോളൻ അവിടെ വന്നു, താഴെയാണ് കഴ്സർ വന്ന് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഔട്ട്പുട്ടിൽ ഫോർമാറ്റ് വരേണ്ടത് ആ രീതിയിൽ നിങ്ങൾ ആ പ്രിൻ്റ് എഫ് കൊടുക്കുക. അപ്പോൾ ഞാൻ 2 ഇൻറ്റീജേഴ്സ് 67 ആൻഡ് 85 എൻ്റർ ചെയ്ത് കൊടുത്തു, സം കോളൻ 152 എന്ന് വന്നു. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ഇൻപുട്ടിന് വീണ്ടും ഞാൻ മോഡിഫൈ ചെയ്യണത് 2 സ്കാൻഎഫ് ആയിട്ട് കൊടുക്കുകയെന്ന് വിചാരിക്കാം. ഞാൻ എൻ്റർ ഫസ്റ്റ് ഇൻറ്റീജർ, അങ്ങനെയാണ് എനിക്ക് ഇൻപുട്ട് വേണ്ടത്. എൻ്റർ ഫസ്റ്റ് ഇൻറ്റീജർ എന്ന് പറഞ്ഞു, എന്നിട്ട് ഫസ്റ്റ് ഇൻറ്റീജർ റീഡ് ചെയ്യാനുള്ള സ്കാൻഎഫ് കൊടുക്കുക. അപ്പോൾ ഞാൻ ആമ്പസാൻഡ് എ മാത്രം കൊടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് അടുത്ത പ്രിൻ്റ് എഫ് കൊടുക്കുകയാണ്. സെക്കൻഡ് ഇൻറ്റീജർ സ്ലാഷൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും സെക്കൻഡ്സ് നമ്പർ റീഡ് ചെയ്യാനുള്ള സ്കാൻഎഫ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാം മോഡിഫൈ ചെയ്ത് കമ്പൈൽ ചെയ്തു റൺ ചെയ്യുമ്പോൾ സം ഓഫ് 2 ഇൻറ്റീജേഴ്സ് എൻ്റർ ഫസ്റ്റ് ഇൻറ്റീജർ എന്ന് പറഞ്ഞു, അത് എൻ്റർ ചെയ്ത് കൊടുത്തു. എൻ്റർ സെക്കൻഡ് ഇൻറ്റീജർ, അത് എൻ്റർ ചെയ്ത് കൊടുത്തു. സം 63. അപ്പോൾ നമ്മളൊരു പ്രോഗ്രാം ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം എങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരേണ്ടത്, എങ്ങനെയാണ് ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എപ്പോഴും നമുക്ക് എത്ര ഭംഗിയായിട്ട് ഇൻപുട്ടും ഔട്ട്പുട്ടും ചെയ്യാവോ, നമുക്ക് ഇതെടുത്ത് റൺ ചെയ്യുന്ന ഒരാൾക്ക് എത്രത്തോളം നന്നായിട്ട് ഈ പ്രോഗ്രാമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റണം, ആ രീതിയിലാണ് നമ്മൾ അതിൻ്റെ ഇൻപുട്ടൊക്കെ ആക്സെപ്റ്റ് ചെയ്യേണ്ടത്, ഔട്ട്പുട്ട് കാണിക്കേണ്ടതൊക്കെ. ഇനി എനിക്കിപ്പോൾ സമ്മ് പ്രിൻ്റ് ചെയ്യാനെടുത്തു. ഞാനിപ്പോൾ 2 നമ്പർ ഇങ്ങോട്ട് എൻ്റർ ചെയ്തു, സം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സമ്മ് കാണിക്കുക ചെയ്തത്. ഇനി എനിക്കിപ്പോൾ കാണിക്കണം സം ഓഫ്, അപ്പോൾ ഞാൻ 5ഉം 10ഉം എൻ്റർ ചെയ്തതിൻ്റെ സം ഓഫ് 5 ആൻഡ് 10 is 15. അങ്ങനെയാണ് എനിക്ക് ഡിസ്പ്ലേ കാണിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് കൊടുക്കാം, പ്രിൻ്റ് ചെയ്യുന്നിടത്ത് സം ഓഫ് 5 ആൻഡ് 10 എന്നാണ്. 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ വാല്യൂ ആണ്, 10 എന്ന് പറഞ്ഞാൽ ബിയുടെ വാല്യൂ ആണ്, ദെൻ ഇസ് 50 എന്ന് പറയുമ്പോൾ 50 എന്ന് പറയുന്നത് സമ്മിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ എനിക്കത് അങ്ങനെ ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ സം ഓഫ് 5 എന്നുള്ള സ്ഥാനത്ത് ഞാൻ പെർസെൻറ്റേജ് ഡി കൊടുക്കുകയാണ്. സം ഓഫ് പെർസെൻറ്റേജ് ഡി ആൻഡ് പെർസെൻറ്റേജ് ഡി എസ് പെർസെൻറ്റേജ് ഡി. അപ്പോൾ എനിക്കിവിടെ വരേണ്ടത് സം ഓഫ് 5 ആൻഡ് 10 is 15 എന്നാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് വരേണ്ടത് എയുടെ വാല്യൂ, ദെൻ ബിയുടെ വാല്യൂ, ദെൻ സമ്മിൻ്റെ വാല്യൂ. ഇങ്ങനെ മോഡിഫൈ ചെയ്തു. എൻ്റർ ഫസ്റ്റ് ഇൻറ്റീജർ, സെക്കൻഡ് ഇൻറ്റീജർ, സം ഓഫ് 56 ആൻഡ് 3 is 59. ഇങ്ങനെ വന്നു. ഇനി നമുക്കിതിൽ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ വരുത്തി നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് സ്കാൻഎഫിനകത്ത് ഞാനിവിടെ
നമുക്കറിയാം സ്കാനഫിനകത്ത് കൊടുക്കേണ്ടത് കൺട്രോൾ സ്ട്രിങ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് കോമ എന്ന് പറഞ്ഞിട്ട് ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് ഉണ്ട്. ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്രസ്സാണ് അവിടെ കൊടുക്കേണ്ടത്. ഓരോ വേരിയബിളിൻ്റെയും അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. ഞാനിവിടെ എയുടെ ആമ്പർസാൻഡ് ഇട്ടില്ല. അപ്പോൾ അഡ്രസ് ഓഫ് എ എന്നല്ല വരിക. ഇപ്പോൾ അവിടെ എ എന്നാണ് വന്നത്. ഇനി ഇത് കമ്പൈൽ ചെയ്ത് നോക്കാം. കണ്ടോ, ഒരു എററും വന്നില്ല. അപ്പോൾ ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻറ്റീജർ വാല്യൂ ആയിട്ടാണ് അവിടെ ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ആമ്പർസാൻഡ് നിട്ടാലും അവിടെ കിട്ടുന്നത് ഒരു ഇൻറ്റീജർ വാല്യൂ ആണ്. വെറുതെ എ എന്ന് കൊടുത്താലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് അവിടെ കൊടുത്തിരിക്കുന്നത് ഒരു അഡ്രസ്സാണോ അതോ അതൊരു വാല്യൂ ആണോ എന്നുള്ളത് കമ്പൈലറിന് മനസ്സിലാവില്ല. അപ്പോൾ കമ്പൈലറിന് അവിടെ ഒരു ഇൻറ്റീജർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, അത് അവിടെ ഉണ്ട്. അപ്പോൾ ഇത് കറക്റ്റാണ്. അപ്പോൾ പ്രശ്നം വരെ എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മളിത് റൺ ചെയ്യുന്ന സമയത്ത് എൻ്റർ ഫസ്റ്റ് ഇൻറ്റീജർ 6 എൻ്റർ ചെയ്തു, എൻ്റർ സെക്കൻഡ് ഇൻറ്റീജർ 7 എൻ്റർ ചെയ്തു. കണ്ടോ, സം ഓഫ് 1 3 2 4 ആൻഡ് 7s എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻറ്റീജർ എൻ്റർ ചെയ്തു, അതൊരു അഡ്രസ്സിലേക്ക് വയ്ക്കാൻ പറഞ്ഞു. ആ അഡ്രസ്സ് എന്താണ്, നമ്മളവിടെ ആമ്പർസാൻഡ് എ എന്നല്ല കൊടുത്തത്, അത് അഡ്രസ് ഓഫ് വേരിയബിൾ എ എന്നല്ല കൊടുത്തത്, അവിടെ എ എന്നാണ് കൊടുത്തത്. അപ്പോൾ എ എന്ന് പറഞ്ഞ ഇൻറ്റീജറിനകത്ത് എന്തുണ്ട്, ഒരു ഗാർബേജ് വാല്യൂ ഉണ്ട്. ആ ഗാർബേജ് വാല്യൂ 1324 ആണ്. ആ 1324 എന്ന് പറഞ്ഞിട്ടൊരു അഡ്രസ്സ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ അഡ്രസ്സിനകത്തേക്ക് നമ്മൾ എൻ്റർ ചെയ്ത 6 വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ആക്സസിബിൾ ആയ ഒരു അഡ്രസ്സ് ഉണ്ടെങ്കിൽ. ഇനി എൻ്റർ സെക്കൻഡ് ഇൻറ്റീജർ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ 7 എൻ്റർ ചെയ്തു, അത് ബിയിൽ തന്നെ വെച്ചു. അപ്പോൾ ഇപ്പോൾ എന്താണുള്ളത്, എ എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ആ വേരിയബിളിൽ ഒരു ഗാർബേജ് വാല്യൂ ഉണ്ട് 1324. അവിടേക്ക് നമ്മൾ റീഡ് ചെയ്ത നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത 6 എന്ന് പറഞ്ഞ വാല്യൂ അങ്ങോട്ട് വന്നിട്ടില്ല. 6 എന്ന് പറഞ്ഞ വാല്യൂ പോയിരിക്കുന്നത് എങ്ങോട്ടാണ്, 1324 എന്ന് പറഞ്ഞിട്ട് അഡ്രസ്സ് ആക്സസിബിൾ ആയിട്ടുണ്ടെങ്കിൽ അവിടേക്കായിരിക്കും 6 പോയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞത്, നമ്മൾ സമ്മ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എ എന്ന് പറഞ്ഞ വേരിയബിളിലെ വാല്യൂ ബിയുടെ വാല്യൂയും കൂടെ ചേർത്തിട്ടാണ് സമ്മ് കണ്ടുപിടിക്കാൻ നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എ എന്ന് പറഞ്ഞതിനകത്തുള്ള ഗാർബേജ് വാല്യൂ 1324ഉം ബിയുടെ അകത്തുള്ള 7ഉം കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് കാണിച്ചു. അപ്പോൾ നമ്മൾ ആമ്പർസാൻഡ് ഇടാൻ, സ്കാനഫിൽ ആമ്പർസാൻഡ് ഇടാൻ മറന്നുപോയാൽ നിങ്ങൾക്ക് കമ്പൈൽ ചെയ്യുന്ന സമയത്ത് എറർ ഒന്നും കാണിക്കില്ല. കാരണം അവിടെ സിൻടാക്സ് എറർ ഇല്ല. അപ്പോൾ സിൻടാക്സ് എറർ ഉണ്ടെങ്കിൽ കമ്പൈൽ ടൈമിൽ കാണിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഔട്ട്പുട്ട് ഇങ്ങനെ തെറ്റായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ആദ്യം നോക്കുക, നിങ്ങൾ വാല്യൂ റീഡ് ചെയ്ത സമയത്ത് അത് കറക്റ്റായിട്ട് തന്നെയാണോ റീഡ് ചെയ്തത്. വാല്യൂ കറക്റ്റായിട്ട് തന്നെയാണ് റീഡ് ചെയ്തതെന്നുണ്ടെങ്കിൽ പിന്നെ വരിക നിങ്ങൾ എഴുതിയ ലോജിക്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ. നിങ്ങൾ സമ്മ് കണ്ടുപിടിക്കാനുള്ള സ്ഥലത്ത് കൊടുത്തത് സമ്മായിരിക്കില്ല, സമ്മ് കാണാനുള്ള എക്സ്പ്രഷൻ ആയിരിക്കില്ല കൊടുത്തിട്ടുണ്ടാവുക. ഇനി നിങ്ങൾക്ക് ഔട്ട്പുട്ട് തെറ്റായിട്ട് വരാം. ഇപ്പോൾ കണ്ടോ, ഇവിടെ സമ്മ് എന്നാണ് കൊടുക്കേണ്ടത്, അവിടെ ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ %d %d 3% പ്രിൻ്റ് എഫിനകത്തുണ്ട്. പക്ഷെ പുറത്തപ്പോൾ നമുക്ക് 3 ആർഗ്യുമെൻറ്റ്സ് കൊടുക്കണം. ഇവിടെ അതൊന്നും കൊടുത്തിട്ടില്ല, 2 എണ്ണേ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ 2 വാണിംഗ് കാണിച്ചു. ഇതിൽ ഒരു വാണിംഗ് നമുക്ക് എപ്പോഴും കാണുന്നതാണ്, ഫംഗ്ഷൻ ഷുഡ് റിട്ടേൺ എ വാല്യൂ. അടുത്ത വാണിംഗ് കണ്ടോ, സം ഇസ് അസൈൻഡ് എ വാല്യൂ ദാറ്റ് ഇസ് നെവർ യൂസ്ഡ്. കാര്യം നമ്മൾ സം ഈക്വൽ ടു a+b എന്ന് സമ്മിനൊരു വാല്യൂ കണ്ടുപിടിച്ച് വെച്ചു, പക്ഷെ അത് എവിടെയും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊരു വാണിംഗ് ആണ്, അത് നമ്മുടെ അടുത്ത് വന്നൊരു മിസ്റ്റേക്ക് ആയിരിക്കാം. നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചൊരു വേരിയബിളാണ് സം, അത് എവിടെയും യൂസ് ചെയ്തിട്ടില്ല എന്നൊരു വാണിംഗ് ആയിട്ട് കാണിക്കുകയാണ്. അത് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്ക് പ്രോഗ്രാം റൺ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഇൻറ്റീജർ സെക്കൻഡ് ഇൻറ്റീജർ, ഇവിടെ എങ്ങനെയോ വാല്യൂ 13 എന്ന് വന്നതാണ് കേട്ടോ. സമ്മാണ് അവിടെ പ്രിൻ്റ് ചെയ്യേണ്ടത്, സമ്മൊന്നും ഞാൻ അവിടെ കൊടുത്തിട്ടില്ല. സമ്മ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഈ പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്ത എന്തെങ്കിലും ഒരു വാല്യൂ അവിടെ എടുത്ത് പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ എന്താണ്, നമുക്ക് 6ഉം 7ഉം അല്ലാതെ നമ്മുടെ പ്രോഗ്രാമിനകത്ത് വരുന്ന ഒരു വേരിയബിൾ സമ്മാണ്, അതിൻ്റെ വാല്യൂ 13 എന്നുണ്ട്. അതുകൊണ്ട് അത് അവിടെ ഡിസ്പ്ലേ ചെയ്തതാണ്. നമ്മളവിടെ സമ്മൊന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും വാല്യൂ ആയിരിക്കും കേട്ടോ വരിക. അപ്പോൾ ഇവിടെ ഈ പ്രോഗ്രാമിനകത്ത് ഒരേ ഒരു വേരിയബിൾ എന്ന് പറയുന്നത് സമ്മാണ്, അതുകൊണ്ട് അതിൻ്റെ വാല്യൂ വന്നതാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നു എന്നുള്ളതുകൊണ്ട് നിങ്ങൾ അങ്ങനെ കറക്റ്റ് വാല്യൂ അവിടെ വരും എന്ന് എക്സ്പെക്റ്റ് ചെയ്യരുത്. ഇതിനകത്ത് അങ്ങനെ ഒരു വേരിയബിൾ മാത്രം ഉള്ളതുകൊണ്ട് അത് വന്നു എന്നേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് സമ്മ് പ്രിൻറ്റ്, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പ്രിൻ്റ് എഫിനകത്ത് നമ്മൾ 3 വേരിയബിൾസാണ് ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് കൊടുത്തത്. ഇനി 3 വേരിയബിളിന് പകരം നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോയിൽ നമ്മൾ ഡെമോ ചെയ്തപ്പോൾ കാണിച്ചിരുന്നു, നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റും കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു എക്സ്പ്രഷനും കൊടുക്കാം. ഞാനിവിടെ a+b എന്ന് എഴുതുകയാണ്. അതായത് സം ഓഫ് എന്ന് പറഞ്ഞിട്ട് വരേണ്ടത് എയുടെ വാല്യൂ, ആൻഡ് എന്ന് പറഞ്ഞിട്ട് ബിയുടെ വാല്യൂ വരണം, എസ് എന്ന് പറഞ്ഞിട്ട് a+bയുടെ വാല്യൂ വരണം. അത്രയും പറഞ്ഞാൽ മതി നമുക്ക്. അതായത് എയും ബിയും 5ഉം 10ഉം ആണെങ്കിൽ സം ഓഫ് 5 ആൻഡ് 10s എന്ന് പറഞ്ഞിട്ട് 5 + 10ൻ്റെ വാല്യൂ എന്താണോ അതാണ് വരേണ്ടത്.
ഇങ്ങനെയും നമുക്ക് പ്രിൻ്റ് എഫ് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ സം എന്ന് പറഞ്ഞ പോർഷൻ ഇവിടെ കമൻറ്റ് ചെയ്യാണ്. അപ്പോൾ ഇനി നമുക്ക് അത് എക്സിക്യൂട്ട് ചെയ്യില്ല. കമ്പൈൽ ചെയ്തു. ഫസ്റ്റ് ഇൻറ്റീജർ 4, സെക്കൻഡ് ഇൻറ്റീജർ 9, 9 + 4 = 13. അപ്പോൾ ഞാൻ സം എന്ന് പറഞ്ഞ വേരിയബിൾ അവിടെ ഒഴിവാക്കിയിരുന്നു. ഇപ്പോൾ അവിടെ 13 വന്നത് ഞാനവിടെ a+b എന്നുള്ള എക്സ്പ്രഷൻ കൊടുത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിനകത്ത് നിങ്ങൾക്ക് സം എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ വേണം തന്നെ ഇല്ല. എ ബി എന്ന് പറഞ്ഞ 2 വേരിയബിൾസ് എടുക്കുക. അത് പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് a+b അങ്ങോട്ട് പ്രിൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ സിമ്പിൾ ഒരു എക്സ്പ്രഷൻ ആണെങ്കിൽ നമുക്കത് ചെയ്യാം. അതേസമയം വലിയ എക്സ്പ്രഷൻ ആണെങ്കിൽ അങ്ങനെ കൊടുക്കുന്നത് ഒരു നല്ല പ്രാക്ടീസ് അല്ല. നമ്മുടെ പ്രോഗ്രാമിൻ്റെ ലോജിക്ക് അങ്ങനെ തന്നെ പ്രിൻ്റ് എഫിനകത്ത് കയറ്റി എഴുതുന്നത് നല്ല ഒരു പ്രാക്ടീസ് അല്ല. ഇവിടെ നിങ്ങൾക്ക് സം എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ഓപ്പറേഷനേ ചെയ്യാനുള്ളൂ എന്നുള്ളതുകൊണ്ട് ആ എക്സ്പ്രഷൻ നേരെ അങ്ങോട്ട് പ്രിൻ്റ് എഫിൽ കൊടുത്താൽ മതി. സം എന്നൊരു വേരിയബിൾ യൂസ് ചെയ്യണം എന്നുള്ള ഒരു നിർബന്ധമില്ല. ഇനിയിപ്പോൾ നേരത്തെ നമ്മൾ സ്കാനഫിൽ ആമ്പസാൻഡ് മിസ്സായപ്പോൾ നമുക്ക് എറർ ഒന്നും വന്നില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ഈ കോമയാണ് മിസ് ചെയ്തതെന്ന് ഇരിക്കാം. കോമ മിസ് ചെയ്യുകയാണെങ്കിൽ അതൊരു സിൻടാക്സ് എററാണ്. അത് കാണിക്കും. അതായത് ആമ്പസാൻഡ് മിസ്സായപ്പോൾ സിൻടാക്സ് എറർ ആയിരുന്നില്ല, അവിടെ ഒരു ഇൻറ്റിജർ എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ് സിൻടാക്സ്. അത് അവിടെ അതുപോലൊരു നമ്പർ വന്നു. ഇവിടെ ഒരു കോമ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ആ കോമ നമ്മൾ ഇട്ടില്ല. അപ്പോൾ ആ സമയത്ത് ഒരു എറർ വരും. ഇപ്പോൾ ഇവിടെ വന്ന എറർ കണ്ടോ, ഇല്ലീഗൽ യൂസ് ഓഫ് പോയിൻ്റർ എന്നാണ് വന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇല്ലീഗൽ യൂസ് ഓഫ് പോയിൻ്റർ എന്നൊരു എറർ കാണുമ്പോൾ അത് എന്താണെന്ന് മനസ്സിലാവണമെന്നില്ല. പക്ഷേ അതിൻ്റെ ലൈൻ നമ്പർ കാണിച്ചിട്ടുണ്ട്, ലൈൻ നമ്പർ 9 ആണ്. അവിടെ സ്കാനഫ് ആണ് ഇരിക്കുന്നത്. അത് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എററൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ഒരു എറർ ഉണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇല്ലീഗൽ യൂസ് ഓഫ് പോയിൻ്റർ എന്ന് സ്കാനഫിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കോമ മിസ്സായിട്ടുണ്ടാവാം. നേരെ അഡ്രസ് ഓപ്പറേറ്റർ, അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു പോയിൻ്റർ തന്നെയാണ്. പോയിൻ്റർ കൺസെപ്റ്റ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു എറർ മെസ്സേജ് അവിടെ വന്നത്. അപ്പോൾ നിങ്ങൾ എറേഴ്സ് നോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ എറർ മെസ്സേജ് എന്താണെന്ന് എഴുതിക്കുക. ഇല്ലീഗൽ യൂസ് ഓഫ് പോയിൻ്റർ എന്ന് നിങ്ങൾക്ക് വന്ന സമയത്ത് നിങ്ങളുടെ ഭാഗത്ത് പറ്റിയ മിസ്റ്റേക്ക് ഇതായിരുന്നു, സ്കാനഫിൽ കോമ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതവിടെ എഴുതി വയ്ക്കുക. എന്നാൽ ചിലപ്പോൾ നിങ്ങൾ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് ഇതെല്ലാം കറക്റ്റായിട്ടാണ് എഴുതി പോയിട്ടുണ്ടാവും കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിനായിരിക്കും ആദ്യമായിട്ട് ഇങ്ങനെ ഒരു എറർ വരിക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സിൻടാക്സ് കറക്റ്റായിട്ട് അറിയുന്നുണ്ടെങ്കിൽ, ചില എറർ മെസ്സേജുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിലും സിൻടാക്സ് കറക്റ്റായിട്ട് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ എറർ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ വീണ്ടും കമ്പൈൽ ചെയ്തു. അപ്പോൾ കമ്പൈൽ ചെയ്തപ്പോൾ എറർ ഒന്നുമില്ല.